ഏകദേശം 1.5 മാസമായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട്. അതായത് കഴിഞ്ഞ മാസം 2-ാം തീയതി ആണെന്ന് തോന്നുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത്. എന്തായാലും അത്രയും നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പം നമുക്കിൻ്റെ കുട്ടി വ്ളോഗിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് അപർണ ചേച്ചിയുടെ വീട്ടിലാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ അപർണ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് നേരെ പോയത് പാത്തുവിൻ്റെ വീട്ടിലേക്കാണ്. ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയോ വളവളാന്ന് പറയുന്നുണ്ട്. അത് തൽക്കാലം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഞാനത് മ്യൂട്ട് ചെയ്തത്. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താട്ടോ ഞാനും പുൽക്കിയും കൂടി. എന്തായാലും ഞാൻ അവിടെ വെള്ളനാട് വരെ വന്നതായതുകൊണ്ട് പിന്നെ പാത്തുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ കരുതി. പാത്തുവിൻ്റെ വീട് നെടുമങ്ങാടാണ്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. കോളേജിലെ പ്രോജക്റ്റും എല്ലാം കൊണ്ട് തന്നെ ബിസി ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തന്നത് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മാഗിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് തലേദിവസം നൈറ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന മാഗി ആയിരുന്നു. പക്ഷേ എനിക്ക് പീരീഡ്സ് കാരണം ഒട്ടും വയ്യായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് രാവിലെയാണ് ഞങ്ങളിത് ഉണ്ടാക്കി കഴിച്ചത്. പിന്നെ കയ്യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ചോപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാട്ടോ. ഞാനത് മറന്നുപോയി. അതിൻ്റെ എടുക്കുന്ന കാര്യവും അതിൻ്റെ കാര്യമെല്ലാം ഞാൻ വിട്ടുപോയി. കാരണം ഇത് വന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും കാണിച്ചു തരാട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ചേച്ചി ഞങ്ങളും കൂടിയാണ് കേട്ടോ എന്നെ സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തത്. സ്റ്റാൻഡിലല്ല, മുകളിൽ ഉള്ള സ്റ്റോപ്പിലാണ് ഞാൻ നിന്നത്. അങ്ങനെ അവിടുന്ന് നേരെ ബസ് കിട്ടി. ഈ ബസ്സിൽ പൊലിക്കുണ്ട് കേട്ടോ. അവൾ കാട്ടാക്കടിയിൽ നിന്ന് ബസ്സിൽ കയറുക ചെയ്തത്. പക്ഷെ ആൾ തൊട്ടപ്പുറത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ നെടുമങ്ങാട് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് വീണ്ടും അടുത്ത ബസ്സിൽ കയറി. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം പീരീഡ്സിൽ നിന്നും പിന്നെ 2-3 ദിവസത്തെ ഉത്സവത്തിൻ്റെ ഇതും എല്ലാം കൂടി കൊണ്ട് തന്നെ നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ പാത്തുവിൻ്റെ വീട്ടിലെത്തി. ആളുടെ വീട്ടിലെത്തിയപ്പോൾ ആള് കുറേ തവണ വിളിച്ചിട്ടും ആൾ വന്നില്ല. ലാസ്റ്റ് പിന്നെ വന്നപ്പോൾ ആൾ ഭയങ്കര ബിസിയാണ്. ഫോണിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി പറഞ്ഞ് ആള് കേക്ക് കൊണ്ട് തന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാഗി കഴിച്ചിട്ട് ഇറങ്ങിയോണ്ട് എനിക്ക് ഒട്ടും തന്നെ വിശപ്പില്ലായിരുന്നു. ലാസ്റ്റ് അവള് കഴിക്കാതെ അടങ്ങില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരം പുറത്തേക്ക് ഇറങ്ങി നടന്നു. അങ്ങനെ ഇത് അവളുടെ കാക്ക അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ടെഡിബിയറൊക്കെ നേരിട്ട് കാണുന്നത്. അങ്ങനെയല്ല, ഒരാളുടെ വീട്ടിലിരിക്കുന്ന കാണുന്നത്. അങ്ങനെ ആള് അടുക്കളയിൽ ഉമ്മേനെ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങളോട് കുറേ നേരം വന്നിരുന്നു. ഇത് ആൾ ചെയ്യുന്ന മണ്ടൽ ആർട്ടാണ് കേട്ടോ. ആൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തേക്കാം, ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ഇത് ഞങ്ങൾക്ക് അവൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് കീ ചെയിനാണ്. പക്ഷെ ആൾ ഇതിലിട്ടിൻ്റെ റിങ് ആളുടെ ഇല്ലായിരുന്നു. അത് അവൾ എൻ്റെ അടുത്ത് എടുക്കാനും പറഞ്ഞതാണ്. പക്ഷെ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഫുഡ് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഇത് കുറേ ദിവസം കൂടി എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഓർമ്മ ഇടുന്നില്ല. എനിക്ക് തോന്നുന്നു ബീഫാണെന്ന് തോന്നുന്നു. ബീഫാണോ മട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതും പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ ഉടനെ പൈനാപ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം കഴിക്കുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അതൊന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ സംസാരം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആള് ഞങ്ങൾ താഴെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ താഴെ കൊണ്ടുവിട്ടു. അവിടെ നിന്ന് നേരെ ബസ്സെല്ലാം കിട്ടി. ഞങ്ങൾ നേരെ സ്റ്റാൻഡിലെത്തി കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല മഴ അവിടെ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടുള്ളതും എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ഏക ഫീമെയിൽ ആയിട്ടുള്ളൊരു മുസ്ലിം കുട്ടി ഇവളാണ് കേട്ടോ. അപ്പം എനിക്ക് അവളുടെ വീട്ടിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം നടന്നു. ഒരാളുടെ കാര്യം പറയാൻ വിട്ടു കേട്ടോ. അത് പാത്തുവിൻ്റെ നാത്തൂൻ അസീ ചേച്ചിയാണ്. ചേച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷേ ചേച്ചി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തായിരുന്നു അവിടെ കണ്ടത്. പക്ഷെ ഞങ്ങൾ ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. ചേച്ചിയുടെ കൂടെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അതാണ് ചേച്ചി ഇതിൽ കാണിക്കാത്തത്. അങ്ങനെ ഞാൻ നേരെ കാട്ടാക്കട എത്തി. അവിടുന്ന് ബസ് കിട്ടി. എൻ്റെ അവിടെയുള്ള ജംഗ്ഷനിലെത്തി. അങ്ങനെ അവിടുന്ന് വണ്ടി കയറി നേരെ വീട്ടിലെത്തി. അപ്പോൾ ഗീസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കാട്ടോ. പിന്നെ അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ അടുക്കളപ്പണിയുള്ള ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എഡിറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പം അമ്മ എന്തായാലും ഇന്ന് വരും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ തീരുമാനമായി. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എഡിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് ചോദിച്ച സമയത്ത് അതിന് താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, എഡിറ്റിങ്ങിൻ്റെ വീഡിയോ കുറച്ചുകൂടി നല്ലതായിരിക്കുന്നു. പക്ഷേ എനിക്ക് സംഭവമേ ഇഷ്ടമില്ല. കാരണം ആ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ എൻ്റെ ഒരു ദിവസം ഫുള്ളും എടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ എഡിറ്റിംഗ് വീഡിയോ ഡബ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഇനി ചെയ്യില്ലാത്ത തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ എൻ്റെ വീട് കുറച്ച് പഴയതാണ്. അപ്പം എനിക്ക് ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട് ഇവിടുന്ന്. അപ്പം നിങ്ങൾ
എന്താ ഞാൻ വീഡിയോസൊക്കെ കാണും, എൻ്റെ വീഡിയോസൊക്കെ കാണും, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഈ വീട്ടിൽ നിന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, ഒരു വീഡിയോയിൽ ഒരുപാട് വീഡിയോസ് എന്തായാലും ഇടാം. ഒരൊറ്റ ഒരാൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഈ വീട്ടിൽ വെച്ച് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ട് ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ഇടും. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.